ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വേണ്ടവർക്ക് അധികം എടുക്കാം. അതെടുത്ത് നന്നായി വാഷ് ചെയ്ത് കുക്കറിൽ ഇട്ട് വേണം വേവിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഒരു പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പും ഒന്ന് ചേർത്ത് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇത് 2-3 വിസിലായിട്ടുണ്ട് കേട്ടോ. നന്നായി ഇപ്പോഴേ വേവിക്കേണ്ട, ഒരു മീഡിയം വേവിൽ വെന്തതിന് ശേഷം നമുക്കിതിന് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ചേർക്കാനുണ്ട് കേട്ടോ. ഇത് കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ, അധികം വേവിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ എടുത്ത് നന്നായി അരച്ച് അതിൻ്റെ പാലെടുക്കുക കേട്ടോ. 1-ാം പാലും 2-ാം പാലും ആക്കിയിട്ടൊന്നും മാറ്റി വയ്ക്കണമെന്നില്ല, അതങ്ങനെ എടുത്ത് അതിലൊഴിക്കുക. അതിന് ശേഷം ഒരു 3-4 വിസിൽ വരുന്നവരെ ഒന്നും കൂടെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് വേവുക കേട്ടോ. നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഒന്ന് ഉടഞ്ഞ രൂപത്തിലാണ് കേട്ടോ അത് ഉണ്ടാവുക, അതുകൊണ്ടാണ് നന്നായി വേവിക്കണം എന്ന് പറയുന്നത്. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്നുമില്ല, ഇതെടുത്ത് വേറൊരു പാനിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഹെൽത്തി കേട്ടോ. ചെറിയ മക്കൾക്ക് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കുക്കറിൽ നിന്ന് തേങ്ങാപ്പാലൊക്കെ ഒന്ന് സൈഡ് പിടിച്ചതൊക്കെ വരാൻ വേണ്ടിയിട്ട് അതൊന്ന് ചുഴറ്റി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അല്പം തോനും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസ് പരുവത്തിൽ വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് കൊടുക്കാം കേട്ടോ. ഏത് വിധേന ചെയ്യണമെങ്കിൽ ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇതെനിക്ക് മെയിനായിട്ട് എവിടെയെന്നോ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാൽ സദ്യ കഴിക്കുമ്പോൾ അവർ ചോദിക്കും സ്പെഷ്യലാണോ സാധാ ആണോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടാവും ചോറിൻ്റെ കൂടെ, അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ലാസ്റ്റ് ഞാനൊരു 2-3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ചോറ് എപ്പോഴാണ് കഴിക്കുന്നത് അപ്പം വേണമെങ്കിൽ നെയ്യ് മിക്സ് ചെയ്തെടുക്കാം, നേരത്തെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡി ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ.